വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്ററിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് മുതലുള്ള ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദി വൺ ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ബ്യൂറോക്രസി ക്രിയേറ്റ്സ് ഡിലേറ്റ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ്. സോ വി ഹാവ് ടു പ്രൊവൈഡ് better service easily. For this, government has taken steps. അപ്പം ഭരണ നവീകരണത്തിന് വേണ്ടിയിട്ട്, അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളൊന്നായ ശ്രീനീപരമായ സംഘടന ഭരണതലത്തിൽ തീരുമാനമെടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ പെട്ടെന്ന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവ എന്തെല്ലാമാണ്? ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അല്ലെങ്കിൽ ഭരണ നവീകരണം എന്ന് പറയും. അതായത് എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഫോർ ഇൻക്രീസിംഗ് ദി എഫിഷ്യൻസി ഓഫ് ദി സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു ദ people in a time-bound manner. They are known as administrative reforms. അപ്പോൾ വാട്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എന്ന് ചോദിച്ചാൽ, ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് സേവനങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കാനും വേണ്ടിയിട്ട് ഗവൺമെൻറ് പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഭരണ നവീകരണം എന്ന് വിളിക്കുന്നത്. അപ്പം ഭരണം കാര്യക്ഷമവും ജനസൗഹാർദ്ദപരമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ എയിം ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്ന് ചോദിച്ചാൽ, its intention is to make administration people friendly and efficient. For this, government constitutes administrative reform commission at national and state levels. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇ ഗവേണൻസ്. വാട്ട് ഈസ് ഇ ഗവേണൻസ്? Transparent and vibrant government project, safe and speedy information that reaches to all without red tapeism, project that is available to all citizens without any discrimination. APJ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണ്. എന്താണെന്ന് ശ്രദ്ധിക്കാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗതയിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ. ഇപ്പോൾ റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ്. ചുവന്ന നാടെന്നൊക്കെ പറയും. എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. അതാണ് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഗവേണൻസിനെ കുറിച്ച് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം സാറിൻ്റെ നിരീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഡെവലപ്മെൻറ്റ്സ് അറ്റൈൻഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ ഓൾസോ. അപ്പം നമുക്ക് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഒരുപാട് വികസനങ്ങളുണ്ട്. അപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ കൈവരിച്ച പുരോഗതി, ആ വികസനങ്ങളൊക്കെ ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോണിക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. E-governance is the use of electronic technology in administration. അപ്പം ഭരണത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ടെക്നോളജി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. അപ്പം നമുക്കതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ടു ഹയർ സെക്കൻഡറി കോഴ്സസ്, അതാണ് നമുക്കൊരു ഉദാഹരണം പറയാനായിട്ട് സാധിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് സ്കോളർഷിപ്സ് എക്സെട്ര ആർ എക്സാമ്പിൾ ഫോർ ഗവേണൻസ്. അപ്പോൾ ഗവേണൻസിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മൾ ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാലക അപേക്ഷ, പിന്നീടുള്ള വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. പിന്നീട് ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഇനി എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗവേണൻസ്? വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഗവേണൻസ്? ദേ ക്യാൻ റിസീവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പം ഗവേണൻസിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് സേവനം ലഭ്യമാക്കാം. നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെൻറ് ഓഫീസ് ഫോർ സർവീസസ്. നമ്മുടെ സേവനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ പോയിട്ട് ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് സർവീസസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ്. അതായത് സർക്കാരിൻ്റെ സേവനം നമുക്ക് കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭിക്കുന്നു. പിന്നീട് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് ഓഫീസസ് ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്.
ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും ഇതുവഴി വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് ഇ ഗവേണൻസിൻ്റെ നേട്ടങ്ങളെന്ന് പറയുന്നത്. വാട്ട് ആർ ദി ബെനഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്? ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ അറിയാം, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്ക് പല ഗവൺമെൻറ് സേവനങ്ങളും ലഭ്യമാണ്. പീപ്പിൾ ക്യാൻ റിസീവ് ദ സർവീസസ് ഓഫ് ഇ ഗവേണൻസ് അറ്റ് ഹോം വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഇ ലിറ്ററസി. അപ്പോൾ ഈ ലിറ്ററസിയുടെ സഹായത്തോടുകൂടി നമുക്ക് ഈ സേവനങ്ങൾ വീട്ടിൽ തന്നെ നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അറിയുവാനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫർമേഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ചിരുന്നു അല്ലേ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, കരമന, തിരുവനന്തപുരം അല്ലേ? ഒരു ലൈബ്രറിയിലെ സൗകര്യങ്ങളൊക്കെ എന്തെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടത്. റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അറിയുവാനുള്ള അവകാശം. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് പറഞ്ഞായിരുന്നു. മറുപടി കൊടുക്കും, കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ. The reply to the application you have seen at the beginning of the chapter is given above. You can collect information from any government office about its working. People got this opportunity under the Right to Information Act of 2005. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഏത് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും അവയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ഇത് 2005 വിവരാവകാശ നിയമപ്രകാരമാണ് സാധ്യമാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ദ എഫേർട്സ് ഓഫ് ദി മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഓഫ് രാജസ്ഥാൻ ഹാസ് ലെഡ് ടു ദി ലെജിസ്ലേഷൻ ഓഫ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഒരു പ്രാവശ്യം ഇത് പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വന്നതാണ്. അതായത് രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടനയാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചിരുന്നത്. വിവിധ സംഘടനകളുടെയും സാമൂഹിക പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളും 2005 വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കി. ഇത് രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാ വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. അപ്പം ദിസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എൻഷുവേഴ്സ് ദ റൈറ്റ് ഓഫ് ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു റിസീവ് ഇൻഫർമേഷൻ. അപ്പോൾ ഏത് ഗവൺമെൻറ്റും സ്ഥാപനങ്ങളെക്കുറിച്ചും അവയുടെ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും അവിടെ എന്തെങ്കിലും അഴിമതി നടക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി നമുക്ക് പരാതി അല്ലെങ്കിൽ ഒരു ലെറ്റർ രൂപത്തിൽ അത് എഴുതി സമർപ്പിക്കുക വഴി നമുക്ക് മറുപടി ലഭിക്കും. അങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. എന്താണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ പ്രിവെൻറ്റ് കറപ്ഷൻ, അഴിമതി തടയാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദി ഗവൺമെൻറ് ട്രാൻസ്പെറൻറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാക്കുവാനും പിന്നീട് ഗവൺമെൻറ്റിൽ ഉദ്യോഗസ്ഥലത്തിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദ സിറ്റിസൺസ് വിൽ ഗെറ്റ് കോപ്പീസ് ഓഫ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ് ഇഫ് ദേ അപ്ലൈ ഫോർ ദം. അപ്പം നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ രാജ്യത്തെ പൗരന്മാർക്ക് വിവരങ്ങൾ അറിയുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതോടൊപ്പം പൗരന്മാർക്ക് വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ലഭ്യമാവുകയും ചെയ്യുന്നു. അതായത് പൊതുസ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഇനി ഇൻഫർമേഷൻ കമ്മീഷൻ. വാട്ട് ഈസ് ഇൻഫർമേഷൻ കമ്മീഷൻ? വിവരാവകാശ കമ്മീഷൻ. To perform the functions under the Right to Information Act, information commissions are constituted at the national and state levels. There will be a chief information officer and not more than 10 members in the information commission. എന്താണെന്ന് വെച്ചാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുവാനും ചുമതലകൾ നിർവഹിക്കുവാനും സംസ്ഥാന തലത്തിലും പിന്നീട് കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? If the authorities do not give or refuse to give the information or give wrong and unsatisfactory replies, one can approach the Information Commission and can file an appeal. അപ്പം ഈ ഇൻഫർമേഷൻ കമ്മീഷന് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്.
വിവരങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുന്ന വിവരങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൃത്യസമയത്തിനകം മറുപടി തരാതിരിക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ മറുപടിയൊക്കെ തരികയാണെങ്കിൽ നമുക്ക് വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകാം. ഇത് കമ്മീഷന് ബോധ്യപ്പെടുകയാണെങ്കിൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമേൽ 250 രൂപ വീതം പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ശരിയായ വിവരമല്ല തരുന്നതെങ്കിൽ if the commission is convinced, a fine of ₹250 per day can be imposed on the employee concerned till the information is given. അപ്പം ഉദ്യോഗസ്ഥൻ തെറ്റായ വിവരമാണ് നൽകിയതെന്ന് കമ്മീഷന് മനസ്സിലായാൽ അല്ലെങ്കിൽ വിവരം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായാൽ 250 രൂപ വെച്ച് പിഴ ചുമത്താനായിട്ട് സാധിക്കും ആ ഉദ്യോഗസ്ഥന് മേൽ കമ്മീഷന്. ദെൻ റൈറ്റ് ടു സർവീസ്. എന്താണ് സേവന അവകാശം? സേവനാവകാശ നിയമം സർക്കാർ ഓഫീസുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ബോർഡിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സേവനാവകാശ നിയമം പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ പരീക്ഷകളുടെ നടത്തിപ്പ്, 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ജനന തീയതി തിരുത്തൽ, അതായത് പരീക്ഷാ ഭവനിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങളെക്കുറിച്ചിട്ടാണ് കംപ്ലീറ്റ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഓരോ സർക്കാർ ഓഫീസുകളിൽ, പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളിലും അവിടെ എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നതെന്നിങ്ങനെ എഴുതി പ്രദർശിപ്പിച്ചിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. റൈറ്റ് ടു സർവീസ് എന്ന് വെച്ചാൽ എ ബോർഡ് എക്സിബിറ്റഡ് ഇൻ എ ഗവൺമെൻറ് ഓഫീസ് ഇസ് ഗിവൺ. ഫ്രം ദിസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ദ സർവീസ് ഗിവൺ ഫ്രം ദ ഗവൺമെൻറ് ഓഫീസ്. റൈറ്റ് ടു സർവീസ് ആക്ട് ഈസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് ദ സർവീസസ് ടു പീപ്പിൾ. അപ്പോൾ റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്നത് ഒരു നിയമമാണ്. അതായത് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമമെന്ന് പറയുന്നത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ കൊടുക്കണമെന്ന വ്യവസ്ഥയും ഈ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു നിയമമല്ല, കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള നടപടി അവർക്കെതിരെ എടുത്തിരിക്കുന്നു. ഇഫ് ദ റിസർവ്ഡ് സർവീസ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ ദ ടൈം ലിമിറ്റ്, ദ റെസ്പോൺസിബിൾ എംപ്ലോയി ഷുഡ് പേ എ ഫൈൻ. ആസ് പെർ ദ റൈറ്റ് ടു സർവീസ് ആക്ട്, an officer is appointed at every government office to give guidance and proper help to the applicants. അപ്പം പലർക്കും അറിയാത്ത കാര്യമാണ്, എല്ലാ ഓഫീസുകളിലും അതായത് എല്ലാ സർക്കാർ ഓഫീസുകളിലും സേവനാവകാശ നിയമപ്രകാരം അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. അതായത് പൊതുസമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു പല നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്കിനി ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. എന്താണ് ലോക്പാൽ, എന്താണ് ലോകായുക്ത? ഇപ്പോൾ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻ അറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്, ബ്യൂറോക്രാറ്റിക് ആൻഡ് പൊളിറ്റിക്കൽ ലെവൽസ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ലോക്പാലിനെ കുറിച്ചും ലോകായുക്തയെക്കുറിച്ചിട്ടും. കുട്ടികൾക്ക് മാറിപ്പോവാറുണ്ട്. ശ്രദ്ധിച്ച് പഠിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകായുക്ത ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്, ലോക്പാൽ ഏത് തലത്തിലാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. The institution constituted at the national level to prevent corruption is ലോക്പാൽ. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ എന്ന് പറയുന്നത്. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കുകയും നടപടികൾ സ്വീകരിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. അപ്പം then വാട്ട് ഈസ് ലോകായുക്ത എന്ന് ചോദിച്ചാൽ, ലോകായുക്ത ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ടു ഹിയർ ദി കറപ്ഷൻ
കേസസ്. ലോക്പാൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലും ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിലുമാണ്. ബോത്ത് ഓഫ് ദം ഫോളോ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്. ഇവ രണ്ടും കോടതി നടപടികളുടെ രീതിയാണ് ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഒബ്സർവ് ദി ബോർഡ് ഗിവൺ ബിലോ. യു ക്യാൻ സീ സച്ച് ബോർഡ്സ് ഇൻ ഓൾ ഗവൺമെൻറ് ഓഫീസസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ താഴെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഓഫീസിൻ്റെ സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ പണമോ പാരിതോഷികമോ ആവശ്യപ്പെടുന്നെങ്കിൽ താഴെ പറയുന്ന മേൽവിലാസത്തിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് കുറച്ച് ഫോൺ നമ്പറും കുറച്ച് അഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മിക്കവാറും എല്ലാ സർക്കാർ ഓഫീസുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. The Central Vigilance Commission is the institution constituted at the national level to prevent corruption. അപ്പം അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഇറ്റ് കെയിം ടു എഫക്റ്റ് ഇൻ 1964. ഇറ്റ് ഈസ് ഫോംഡ് ടു പ്രിവെൻറ്റ് കറപ്ഷൻ ഇൻ ദി സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലെ അതുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും. ദർ വിൽ ബി എ വിജിലൻസ് കമ്മീഷണർ ഇൻ ദി ഹെഡ് ഓഫ് ദി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഇൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ദർ വിൽ ബി എ ചീഫ് വിജിലൻസ് ഓഫീസർ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ചീഫ് വിജിലൻസ് ഓഫീസറും ഉണ്ടാവും. ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മീഷൻ ഈസ് ടു എൻക്വയർ ഇൻ ടു വിജിലൻസ് കേസസ് ആൻഡ് ദി നെസസറി ആക്ഷൻസ്. അപ്പം വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് കമ്മീഷൻ്റെ ചുമതലയെന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട്. Based on the model of the Central Vigilance Commission, State Vigilance Commissions has been constituted at the state level also. The State Level Vigilance Commission enquires into corruption in the state government offices. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതികൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. വിജിലൻസ് കോർട്സ് ആർ ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ട്രാക്ക് വിജിലൻസ് കേസസ്. അപ്പോൾ വിജിലൻസ് കേസുകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസ് കോടതികളും നിലവിലുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓംബുഡ്സ്മാൻ. വാട്ട് ഈസ് ഓംബുഡ്സ്മാൻ? അപ്പോൾ ആദ്യമൊക്കെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയിലുള്ളതായിരുന്നു. പിന്നീട് അത് എന്താണെന്ന് നോക്കാം. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ എ പാർട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കംപ്ലയിൻറ്റ്സ് ക്യാൻ ബി ഫയൽ അഗെയിൻസ്റ്റ് ദെയർ കറപ്ഷൻ, നെപ്പോട്ടിസം ഓർ ഫിനാൻഷ്യൽ misappropriation or negligence of duties. Ombudsman is constituted for this purpose. അപ്പോൾ എന്തിനാണ് ഓംബുഡ്സ്മാനെ നിയമിച്ചിരിക്കുന്നത്? അതായത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അങ്ങനെ പൊതുഭരണത്തിൻ്റെ ഭാഗമാണല്ലോ. അവർ അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ ധന ദുർവിനിയോഗമോ അല്ലെങ്കിൽ അവരുടെ ചുമതലയിൽ എന്തെങ്കിലും വീഴ്ചയോ വരുത്തുവാണെങ്കിൽ അതിനെതിരെ പരാതി ജനങ്ങൾക്ക് കൊടുക്കാം. അതിനുള്ളൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. ആരെയാണ് ഈ ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത് വെച്ചാൽ സർവീസിൽ നിന്നും വിരമിച്ച ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. അതുവഴി ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. ഇടനിലക്കാരുടെയോ ഒന്നും ആവശ്യമില്ല. ഓംബുഡ്സ്മാനെ നമുക്ക് നേരിട്ട് സമീപിക്കാം. പരാതി ലഭിച്ചാൽ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനായിട്ട് നടപടി ശുപാർശ ചെയ്യാനും ഈ ഓംബുഡ്സ്മാന് അധികാരം ഉണ്ട്. On receiving complaints, Ombudsman has the power to summon anyone. Ombudsman has its beginning in banking sector to hear the complaints of the clients and rectify them. ഞാൻ പറഞ്ഞില്ല, ആദ്യകാലങ്ങളിൽ ബാങ്കിങ് മേഖലയിൽ മാത്രമാണിത് ഉണ്ടായിരുന്നത്. ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് ഓംബുഡ്സ്മാൻ ആദ്യമായിട്ട് ആരംഭിച്ചത്. ദെൻ delayed service, denial of right to service or making services as favor is considered as corruption in modern society. അതായത് സേവനങ്ങൾ വൈകി നൽകുകയാണെങ്കിലോ സേവനങ്ങൾ ലഭിക്കാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കപ്പെടുകയാണെങ്കിലോ സേവനം ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ ഒരു അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. സർക്കാർ സേവനം ആരുടെയും ഔദാര്യമല്ലെന്നും പൊതുജനങ്ങൾക്കുള്ള അവകാശമാണെന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ പൊതു ഭരണ സംവിധാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ശ്രമിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ട്രൈസ് ടു ഇംപ്ലിമെൻറ്റ് ദി ഔട്ട്ലുക്ക് ദാറ്റ് ഗവൺമെൻറ് സർവീസ് ഇസ് നോട്ട് എ ഫേവർ ബട്ട് ദി റൈറ്റ് ഓഫ് ദി പീപ്പിൾ. അപ്പം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. അതുവഴി പൊതുഭരണവും ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അഴിമതിയില്ലാതെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ആയിരിക്കണം. ഇതൊക്കെ ഇന്നത്തെ നമ്മളുടെ പുതിയ ഈ ഗവേണൻസ് സംവിധാനം വഴി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലൂടെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, റൈറ്റ് ടു സർവീസ് ആക്ട് ഒക്കെ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്കൊരു ഇൻഫർമേഷൻ കമ്മീഷനുണ്ട് അല്ലേ. പിന്നീട് ഈ ഗവേണൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജനങ്ങൾക്ക് സേവനങ്ങളൊക്കെ പെട്ടെന്ന് ലഭ്യമാക്കുന്നു. സമയബന്ധിതമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല സിമ്പിളായിട്ടും ഈസിയായിട്ടും പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. എല്ലാവരും പഠിക്കുക. ഗൂഗിൾ ഫോം താഴെ കൊടുക്കും, സബ്മിറ്റ് ചെയ്യുക. ആദ്യത്തെ ക്ലാസ്സിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.